ഡോക്ടർ ചിന്ത ഈ പറയുന്ന രീതിയിൽ ഈ ആൻറ്റി റാബി വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് പഠിച്ചതാണെന്ന് തോന്നുന്നു. ഡോക്ടർ ചിന്ത, ഇത് ഇപ്പോൾ എന്താണ് തലയ്ക്ക് മുകളിലോട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ അരയ്ക്ക് മുകളിലോട്ട് തലച്ചോറിനകത്ത് അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഞരമ്പിലേക്കൊക്കെ നായകടി ഏറ്റാൽ വാക്സിൻ ചിലപ്പോൾ അത്രത്തോളം ഫലപ്രദമാവില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അത് നേരത്തെ കാലത്തും അങ്ങനെ തന്നെയാണോ, അതോ ഇതിപ്പോൾ ഈ ആവർത്തിക്കുന്ന പേവിഷബാധ എല്ലാ ആൾക്കാരും മരിക്കുക എന്ന് പറയുന്ന സാഹചര്യത്തെ കാണേണ്ടത് എങ്ങനെയാണ് ഡോക്ടർ ചിന്ത? വാക്സിൻ ഫലപ്രദമല്ല അല്ല എന്നല്ല പറയുന്നത്. ഇത് വാക്സിൻ നമ്മൾ ആദ്യമായിട്ട് ഒരാൾ എടുക്കുമ്പോൾ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടാകാനായിട്ട് ഏകദേശം ഒരു 7 ദിവസം എടുക്കും. ആ സമയത്തിനുള്ളിൽ ഈ വൈറസ് ഞരമ്പിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വൈറസിനെ ആ മുറിവിന്റെ സ്ഥലത്ത് വെച്ച് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ആന്റിബോഡി, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആ മുറിവിലേക്ക് കുത്തിവെക്കുന്നത്. അപ്പോ ഇതില് വൈറസ് ഞരമ്പിലേക്ക് നേരിട്ട് കയറി കഴിഞ്ഞാൽ ഈ ആന്റിബോഡി ഫലിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോ അത് വാക്സിന്റെ ഫലപ്രാപ്തിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. കാരണം വാക്സിൻ എങ്ങനെയാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്ക് ഒരാഴ്ച സമയം എടുക്കും ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടാക്കാൻ. അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ ഗുരുതരമായ കേസുകൾ എല്ലാവരും മരിക്കുന്നു എന്നുള്ളതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ആയിരക്കണക്കിന് ആളുകളെ കേരളത്തില് നമ്മൾ ഒരു മാസത്തിന്റെ കണക്കെടുക്കുമ്പോൾ തന്നെയും നമുക്കറിയാം പേ ആണെന്ന് ഉറപ്പിച്ച പട്ടികൾ കടിച്ച ആളുകളെ നമ്മൾ ദിനംപ്രതി കുത്തിവെക്കുന്നുണ്ട്. അവരെല്ലാം രക്ഷപ്പെട്ടു പോവുകയാണ്. കുറച്ച് കേസസ് ആണ് നമുക്കിപ്പോൾ കേസുകൾ കൂടി വരാനുള്ള കാര്യം. മൃഗങ്ങളുടെ ഇടയിലും പേവിഷബാധയുടെ പ്രാചുര്യം കൂടിയിട്ടുണ്ടെന്ന് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് കണക്കിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ നമുക്ക് മുൻകാലങ്ങളിൽ, അതായത് 2022 ശേഷമാണ് നമുക്ക് ഈ കേസസ് 20 മുകളിലേക്ക് കൂടുന്ന നമ്മൾ കണ്ടുവരുന്നത്. അതിന് മുമ്പൊക്കെ ഒരു വർഷം കേരളത്തിൽ 8-10 കേസസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ 20 ഫുൾ കേസസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 75% നമുക്കത് 80% നമുക്കത് കുത്തിവയ്പ്പ് എടുക്കാത്തവർക്ക് തന്നെയാണ്. ഇതിൽ ഒരു 20% താഴെയാണ് നമുക്കിപ്പോൾ കുത്തിവയ്പ്പ് എടുത്തതിൽ കേസ് കണ്ടത്. അപ്പോൾ ആ ഓരോ കേസും ഡോക്ടർ, ഈ വർഷം പേവിഷബാധ സ്ഥിരീകരിച്ച 19 പേരും മരിച്ചെന്ന് പറയുന്ന ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ തന്നെയാണ്. അതങ്ങനെ തന്നെ ആകും എന്നാണ് ഡോക്ടർ പറയുന്നത്. പേവിഷബാധ സ്ഥിരീകരിച്ചാൽ മരണമല്ലാതെ പിന്നെ കംബാക്ക് ഇല്ല. എല്ലാവരും കുത്തിവയ്പ്പ് എടുത്തവരല്ല. അതിൽ ഒരു 20% താഴെയുള്ളൂ കുത്തിവയ്പ്പ് എടുത്തവര്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 22 തൊട്ടുള്ള 20 കൂടുതൽ കേസസ് പരിശോധിക്കുമ്പോഴും 105 കേസസ് നമ്മൾ ഇപ്പോൾ ഡേറ്റ അനലൈസ് ചെയ്ത് നോക്കിയതാണ്. 20% കേസസ് താഴെയാണ് കുത്തിവയ്പ്പ് എടുത്തിട്ടും പേവിഷബാധ ഉണ്ടായത്. ബാക്കി എല്ലാവരും കുത്തിവയ്പ്പ് എടുക്കാത്തതുകൊണ്ടാണ് പേവിഷബാധ ഉണ്ടായത്. മാത്രവുമല്ല, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, നമ്മൾക്ക് ഇപ്പൊ ദിവസം പ്രതി ഒരാഴ്ചയിൽ തന്നെ ഉറപ്പിച്ച് പേയുള്ള പട്ടി കടിച്ച ആളുകൾക്ക് നമ്മൾ കുത്തിവയ്പ്പ് കൊടുക്കുന്നുണ്ട്. അവരെല്ലാവരും പേവിഷബാധ വരുന്നില്ല, അവരെല്ലാം രക്ഷപ്പെടുകയാണ്. ഇത് വിരളമായിട്ട് കുറച്ച് കേസസ് ആണ് ഇങ്ങനെ വന്നത്. ആ കേസസും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ആ മുറിവുകള് വളരെ ആഴത്തിലുള്ള മുറിവുകളാണ്. അപ്പോൾ അത് കേരളത്തിന്റെ മാത്രം ഒരു ഫിനോമിനൻ അല്ല. നമുക്ക് ലോകത്തെ മുഴുവൻ ലിറ്ററേച്ചർ എടുക്കുമ്പം ഇന്ത്യയിലെ പല ഭാഗങ്ങൾ, ലോകത്തെ പല ഭാഗങ്ങൾ ഇത് ഡോക്യുമെന്റഡ് ആണ്. നെർവിലേക്ക്, അതായത് ഞരമ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ വലിയ മുറിവുകൾ, വളരെ ആഴത്തിലുള്ള മുറിവുകൾ, അതും ഡോക്ടർ, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഹബീറ എന്ന് പറയുന്നവരോട് സംസാരിച്ചു. ഹബീറയുടെ മകൾ നിയ ഫൈസൽ കുഞ്ഞാണ്. ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ മറ്റൊരു കുഞ്ഞ്. ഇവരൊക്കെ ഈ പോയ മാസങ്ങളിൽ ഈ മാസങ്ങളിൽ തന്നെ പേവിഷബാധയുടെ ആന്റി റാബി വാക്സിൻ എടുത്തിട്ട് മരിച്ചുപോയ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത്, ഈ കടി ആഴത്തിലുള്ള കടിയാണെങ്കിൽ ഞരമ്പിലേക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ ഇൻക്യൂറബിൾ ആണ്, പിന്നെ മരണമല്ലാതെ മറ്റു വഴികളില്ല എന്നാണ്. അതെ, അതായത് ഈ ആഴത്തിലേക്കുള്ള മുറിവ് ഞരമ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നെർവ് എൻട്രി ഉണ്ടായി കഴിഞ്ഞാൽ ആന്റിബോഡി ഫലിക്കില്ല എന്നുള്ളത് ഡോക്യുമെന്റഡ് ആണ്. അത് നമ്മുടെ കേരളത്തിൽ മാത്രം ഉണ്ടാകുന്ന സംഭവമല്ല, മറ്റു സ്ഥലങ്ങളിലും എല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ പേപ്പറുകളുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം നമ്മൾ വളരെ കുറച്ച് കേസസ് ഇങ്ങനെ വന്നതിനെല്ലാം വിശദമായി പഠിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ആഴത്തിലുള്ള മുറിവുകളും, അതും മാത്രമല്ല ഞരമ്പുകളുടെ ഒരു ഡെൻസിറ്റി, നെർവ്സിന്റെ ഡെൻസിറ്റി കൂടുതലുള്ള മുഖം, പിന്നെ നമ്മുടെ കൈയുടെ പത്തി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളും. ഇപ്പോൾ പറഞ്ഞ മോളുടെ ആണെങ്കിൽ ഒരു നമ്മുടെ എൽബോയിലെ മുറിവാണ്, കൈമുട്ടിലെ മുറിവാണ്, വളരെ ആഴത്തിലുള്ള മുറിവ്. അവിടെയാണ് പ്രധാനപ്പെട്ട നെർവുകളൊക്കെ, നമ്മുടെ കയ്യിലേക്ക് സപ്ലൈ ചെയ്യുന്ന നെർവുകളൊക്കെ കടന്നു പോകുന്ന സ്ഥലമാണത്. അപ്പൊ ആ മുറിവ് കണ്ട ഡോക്ടർമാരും കഴിവിയ നഴ്സുമാരും ഉൾപ്പെടെ അവരോടൊക്കെ നമ്മൾ സംസാരിച്ചാണ്. ഈ അമ്മയോടും ഒക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് ആ വളരെ ആഴത്തിലുള്ള മുറിവാണ്. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ നെർവിലേക്ക് ഡയറക്റ്റ് എൻട്രി വന്നു കഴിഞ്ഞാൽ പിന്നെ ആന്റിബോഡി ഫലിക്കില്ല എന്നുള്ളൊരു ഇഷ്യൂ ആണ്.